റാപ്പിഡ് റെയിൽ സിൽവർ ലൈനിന്റെ മൂന്നിരട്ടി ചിലവ് പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം കോടിയോളം. സിൽവർ ലൈനിന് പകരം സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് മൂന്നിരട്ടി അധിക ചിലവ് വരും. 63,941 കോടി രൂപയാണ് സിൽവർ ലൈനിന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണക്കാക്കിയിരുന്നത്. എന്നാൽ നിർദ്ദിഷ്ട റാപ്പിഡ് റെയിലിനും തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതിക്കുമായി 2 ലക്ഷം കോടിയോളം ചെലവ് വരുമെന്ന് ഗതാഗത വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. മെട്രോ പദ്ധതികൾക്കായി 10,000 കോടി രൂപ ചെലവ് വരുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോൾ ഭീമമായ തുക തന്നെ റാപ്പിഡ് റെയിലിന് വേണ്ടിവരും. മന്ത്രിസഭാ തീരുമാന പ്രകാരമാണ് പദ്ധതി നടത്തിപ്പിന് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയത്. സ്ഥല ദൗർലഭ്യം കണക്കിലെടുത്ത് റാപ്പിഡ് റെയിലിന് ഉയരപ്പാതയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് പദ്ധതി ചെലവ് ഉയർത്തിയത്. പദ്ധതി ചെലവിന്റെ 60% വായ്പയായി കണ്ടെത്തും. ശേഷിക്കുന്ന 40% സംസ്ഥാനവും കേന്ദ്രവും തുല്യമായി പങ്കിടണം. പദ്ധതി അനുകൂല നിലപാട് ഇതുവരെ കേന്ദ്രം എടുത്തിട്ടില്ല. ഡൽഹി മീററ്റ് റാപ്പിഡ് റെയിൽ മാതൃകയാക്കിയാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. 12 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിലുകളുമായി ബന്ധിപ്പിക്കാനാകും. ഭാവിയിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കും റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കാം. പാലക്കാട് നിന്നും കോയമ്പത്തൂരേക്കും തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്കും പാത നീട്ടാം. 588 കിലോമീറ്റർ പാതയെ ട്രാവൻകൂർ ലൈൻ, മലബാർ ലൈൻ, കണ്ണൂർ ലൈൻ, കാസർഗോഡ് ലൈൻ എന്നിങ്ങനെ 4ആയി തിരിച്ചാണ് നിർമ്മാണം. ഇതിൽ 284 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ട്രാവൻകൂർ ലൈൻ 2033 പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം.